നമ്മൾ നോക്കുന്നത് ഒരേ ട്രാൻസാക്ഷൻ രണ്ട് ആൾക്കാരുടെ ബുക്സിൽ രണ്ട് രീതിയിൽ എഴുതുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മളൊരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ആരാ ഉണ്ടാക്കുന്ന ഇന്നോവ? ടൊയോട്ട എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇന്നോവ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്തു? നേരെ ഒരു ഷോറൂമിലേക്ക് കൊടുക്കും. അമാന ടൊയോട്ട എന്ന് പറഞ്ഞ കണ്ണൂരുള്ള ഷോറൂമിലേക്ക് കൊടുത്തു. ആ ഷോറൂമിൽ നിന്നാണ് നമ്മളൊരു കസ്റ്റമർ ഈ സാധനം വാങ്ങുന്നത്. ഓക്കെ, കസ്റ്റമർ സാധനം വാങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് ആണല്ലോ. യെസ്, നമ്മൾ ഇന്നോവ ക്രിസ്റ്റ കണ്ണൂരിലെ ഷോറൂമിൽ നിന്ന് വാങ്ങി. നമ്മളെ വാങ്ങിയിട്ട് നമ്മൾ ബിസിനസ് ആവശ്യത്തിനോ പേഴ്സണൽ ആവശ്യത്തിനോ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ കണക്കിൽ നമ്മുടെ ബുക്സിൽ എന്തായിട്ട് എഴുതാം? നമ്മൾ ഈ സാധനം വാങ്ങിയത് ഒരു അസറ്റാണ്, നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. സോ നമ്മുടെ ബുക്കിൽ ഈ കാര്യങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? ഇന്നോവ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വരും ജേണൽ എൻട്രി. എന്നാൽ അമാന ടൊയോട്ട ഇത് ടൊയോട്ട എന്ന കയ്യിൽ നിന്ന് വാങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പണി എന്താണ്? ഇന്നോവ ക്രിസ്റ്റയും ബാക്കിയുള്ള വണ്ടികളൊക്കെ വാങ്ങുക, കസ്റ്റമർക്ക് വിൽക്കുക, വാങ്ങുക, വിൽക്കുക. ഇതാണ് അവരുടെ പണി. നമ്മൾ ഇന്നോവ വാങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? വിൽക്കാനല്ല, നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയുള്ള ബുക്കിൽ എന്താ വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വരും. യെസ്, ഒരേ സാധനം തന്നെ രണ്ട് രീതിയിലാണ് ഇവിടെ വന്നത്. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ ആൾ ഇത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ്, രണ്ടാമത്തെ ആളോ ഇത് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. രണ്ടാളുടെ ബുക്കിലും ഒരേ കാര്യം രണ്ട് രീതിയിലാണ് എഴുതുക. ഒന്നാമത്തെ ആൾക്ക് പർച്ചേസ് ആണ്, രണ്ടാമത്തെ ആൾക്ക് ഇതൊരു അസറ്റാണ് എന്നുള്ളതാണ്. അക്കൗണ്ടിങ്ങിൽ ഇനിയും ബേസിക്സ് ഒക്കെ പഠിക്കാം. ഫോളോ ചെയ്തോ, കൂടെ കുടിക്കോ.